രാവിലെ നമ്മൾ 3 തവണ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഇത് നേരം പുലരുമ്പോൾ ചൊല്ലണം 3 തവണ എന്ന് സഹിഹായ ഹദീസിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ദിക്റിന്റെ പുസ്തകങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളും അത് പതിവാക്കുക. രാവിലെ 3 തവണ റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും നേരം പുലരുമ്പോൾ 3 തവണ പറഞ്ഞാല് ഫഅന സഈമു ലിആഖുദ ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, അവന്റെ കൈ പിടിച്ച് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഞാൻ, അതിന്റെ നേതാവായി, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ നേതാവായിരിക്കും ഞാൻ എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ നേതൃത്വത്തിൽ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഈ പ്രാർത്ഥന കാരണമാകും. ഇത് ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇവിടെ എന്താണ് നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന അർത്ഥം എന്നൊന്ന് ശാരിഹികളുടെ ശറഹ് സഹിതം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, അവനല്ലാതെ എന്നെ പോറ്റി വളർത്തുന്ന റബ്ബില്ല, എന്റെ ആരാധ്യനായിട്ടില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവനെ കൊണ്ട് ഞാൻ മതിയാക്കിയിരിക്കുന്നു, എനിക്ക് വേറെ ആരിലേക്കും മടങ്ങേണ്ടതില്ല എന്ന ഒരർത്ഥം ശാരിഹികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഐബി റുബൂബിയത്തിഹി വബി ജമീഇ ഖലാഇഹി വഖദ്രിഹി, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ പോറ്റി വളർത്തുന്നത്, അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അവന്റെ കാവിലാണ് ഞാനുള്ളത്. അർത്ഥത്തിലൊക്കെയുള്ള അള്ളാഹുവിന്റെ ആ സംരക്ഷണം, അത് അവന്റെ റുബൂബിയത്ത്, അവനാണ് നമ്മുടെ രക്ഷകൻ എന്ന കാര്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടുക എന്നത്. അതുപോലെ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ ഖലാ ഖദറുകളിൽ തൃപ്തിപ്പെടുക, അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഖൈറായാലും ശർറായാലും അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ വിധികളും തീരുമാനങ്ങളും ഞാൻ തൃപ്തിപ്പെടുന്നു. അള്ളാഹു ഒരു കാര്യം, ഇസ്ലാമിലൊരു കൽപ്പന വന്നാൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക, ഇസ്ലാം ഒരു കാര്യം വിരോധിച്ചാൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കാൻ ഇസ്ലാമിന്റെ വിശ്വാസം, ഇസ്ലാമിക ഇന്ന കാര്യം വിശ്വസിക്കാൻ ഇസ്ലാം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ തൃപ്തിപ്പെടുക. അതുപോലെ ഇസ്ലാമിൽ എന്തുണ്ടോ അതിന് കീഴ്പ്പെടുക, അതിൽ തൃപ്തി രേഖപ്പെടുത്തുക. ഈ വിഷയത്തില് ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ റളീതു ബില്ലാഹി റബ്ബൻ എന്നിടത്ത് പറഞ്ഞു, വൈദാ ഹക്കമല്ലാഹു അലൈഹി ബിഹുക്മിൻ ശർഇയ്യിൻ റളിയ വസ്തസ്ലമ, അള്ളാഹു ഒരു ശർഇയായ ഹുക്മ് ഇവന്റെ കീഴിൽ പറഞ്ഞാൽ, വിധിച്ചാൽ അതിലവൻ തൃപ്തിപ്പെടും, അതിലവൻ കീഴൊതുങ്ങും. അപ്പൊ അള്ളാഹുവിന്റെ ശരീഅത്തിന് തുറന്ന ഹൃദയത്തോടെ, അതുപോലെ തന്നെ ശാന്തമായ മനസ്സോടെ കീഴൊതുങ്ങുക എന്ന അർത്ഥം അതുകൂടി റളീതു ബില്ലാഹി റബ്ബൻ എന്നതിനും വബിൽ ഇസ്ലാമി ദീനൻ എന്നതിനും ഉൾപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചില ശാരീകൾ ഇത്രയോട് നസ്രാനിയ, ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളിൽ നിന്നും ഞാൻ പൂർണ്ണമായും ഒഴിവായിരിക്കുന്നു, യഹൂദിയത്തിൽ നിന്നും ക്രിസ്ത്യാനിയത്തിൽ നിന്നും എല്ലാത്തിനും ഞാൻ ഒഴിവായിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ മതമായി എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് ശാരിഹികൾ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ, മാതൃകയാക്കാൻ ഏറ്റവും യോജിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലായി അയച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ എന്ന് 3 തവണ രാവിലെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു സംശയം ഉണ്ടാവും. കാരണം ചില പുസ്തകങ്ങളിലൊക്കെ
രാവിലെയും വൈകുന്നേരവും 3 തവണ പറയണം എന്ന് ചില ദിക്റിന്റെ പുസ്തകങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് വളരെ പൗരാണികമായ ചില പുസ്തകങ്ങളിലും ഉണ്ട്, ചില പുതിയ പുസ്തകങ്ങളിലും കാണാൻ സാധിക്കും. പക്ഷെ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതില് രാവിലെ നിന്നും വൈകുന്നേരം നിന്നും രാവിലെ മാത്രം വൈകുന്നേരം മാത്രം ഇതൊക്കെ ഇതിനൊക്കെ മുഹദ്ദിസുകൾ ചർച്ച ചെയ്യുകയും അതിന്റെ സനദുകൾ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വഹീഹായി വന്നിട്ടുള്ളത് ഇതാണ് എന്ന് തീർപ്പ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം പറയുന്നത്. ചില റിവായത്തുകളിലൊക്കെ പിന്നെ ഏതെങ്കിലും ഒരാൾ മുസ്ലിം മാമിൻ മുസ്ലിമിൻ ഔ ഇൻസാൻ അബ്ദിൻ യഖൂലു ഹീന യുംസി വഹീന യുസ്ബിഹു, നേരം വൈകുന്നേരത്തും രാവിലെയും റളീതു ബില്ലാഹി റബ്ബൻ നബിൽ ഇസ്ലാം മുഹമ്മദിൻ നബിയൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളെ ഖിയാമത്ത് നാളിൽ അയാളെ തൃപ്തിപ്പെടുത്തൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പറയുന്ന റിവായത്ത് ഇബ്നു മാജയിലും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ദുർബലമാണെന്ന് അതിന്റെ സനദുകൾ സഹിതം ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ ദഈഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് 5020 നമ്പറിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നോക്കാവുന്നതാണ്. അതിനു വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം സഹീഹായ ഈ റിപ്പോർട്ട് രാവിലെ പറയണമെന്ന റിപ്പോർട്ട് സിൽസിലത്തു സഹീഹ 2686 നമ്പറായും എടുത്തു കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിച്ച് ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ച് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട് അതാണ് ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ സമ്മതിച്ച് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയത് രാവിലെ 3 തവണയാണ് പറയേണ്ടത്. ഇവിടെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം, ബാങ്ക് വിളിക്ക് കേൾക്കുമ്പോ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോ അതുപോലെ തന്നെ കൂടെ പറയണം അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് പിന്നെ അതിന്റെ കൂടെ അത് ആ ജവാബ് കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഇതുപോലെ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് ചില റിവായത്ത് വബിൽ മുഹമ്മദ് റസൂല എന്നും ചില റിവായത്തിൽ കാണാൻ സാധിക്കും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില റിവായത്തിൽ നബിയൻ എന്നും ചിലതിൽ റസൂലൻ എന്നും വന്നതുകൊണ്ട് രണ്ടും കൂട്ടി പറയാം, നബിയം വ റസൂല എന്ന് കൂട്ടി പറയാമെന്നല്ല അദ്കാറിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത് ബാങ്ക് കേൾക്കുമ്പോൾ ഇങ്ങനൊന്നുണ്ട്. ബാങ്ക് കേൾക്കുമ്പോൾ പറയേണ്ടത് ബാങ്ക് കഴിഞ്ഞിട്ടല്ല, 2 ഷഹാദത്തിനും ജവാബ് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇത് പറയുന്നത് പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന വഅന അശ്ഹദു അൻ ലാ മുഅദ്ദിൻ ഇങ്ങനെ പറയും അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വഅന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വമുഹമ്മദിൻ നബിയ ഗുഫിറ ലഹു ദംബുഹു എന്ന് കാണുവാൻ സാധിക്കും. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വമുഹമ്മദിൻ നബിയ എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പറയണമെന്ന റിവായത്ത് വന്നിട്ടുണ്ട്. ഇബ്നു മാജയിലുണ്ട്, നസായിലുണ്ട്, തിർമിദിയിലുണ്ട്. അതുകൊണ്ട് അത് റളീതു ബില്ലാഹി റബ്ബൻ അവിടെയും ഉണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പൊതുവെ ഒരു ദിക്റായിട്ട് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ നബിയ എന്ന് പൊതുവായ ദിക്റായിട്ട് പറയാവുന്നതാണ്. എണ്ണം പ്രത്യേകം പറഞ്ഞ് പ്രത്യേക സമയം നിശ്ചയിച്ചത് ഹദീസിലുള്ളത് രാവിലെ മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഈ സംബന്ധമായി പറയാനുള്ളത്. ഇന്ന് 7ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 6 ക്ലാസ്സുകളും നമ്മുടെ സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അത് ഒന്ന് കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ പറഞ്ഞല്ലോ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പൊതുവേ ദിക്റായി പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഹദീസ് ഇമാം അബൂദാവൂദ് 1531 നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപെട്ട തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് അവന്റെ മഹലായ ഫضل കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.